ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് BHSC 108 യൂണിറ്റ് 1 ആണ്. അതായത് 17th സെഞ്ചുറി യൂറോപ്യൻ ക്രൈസിസ്. 17ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായ ഒരു ക്രൈസിസ്. അതൊരു ഡിബേറ്റ് ആണ്. അങ്ങനെ ക്രൈസിസ് ഉണ്ടായിട്ടുണ്ടോ, അതൊരു മിഥ്യാധാരണയാണോ, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഡിബേറ്റ് ആണ്. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ആ ഡിബേറ്റിനെ കുറിച്ചിട്ടും പ്രധാനപ്പെട്ട ക്രൈസുകൾ എന്തൊക്കെയായിരുന്നു എന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കുന്നുള്ളത്. ഈ ചാപ്റ്റർ നമ്മൾ 2 പാർട്ടുകളായിട്ടാണ് ചെയ്യുന്നത്. പാർട്ട് 1, പാർട്ട് 2 എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും പ്രധാനപ്പെട്ട ക്രൈസിസുകൾ ഏതൊക്കെയായിരുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ അതിൽ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഹിസ്റ്റോറിക്കൽ ഡിബേറ്റ് ഓൺ ഈ ക്രൈസിസിന്റെ ഒരു സ്വഭാവത്തിലുള്ള ഹിസ്റ്റോറിക്കൽ ഡിബേറ്റ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ 17ാം നൂറ്റാണ്ടില് ഒരു ക്രൈസിസ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ 17ാം നൂറ്റാണ്ടിലെ ക്രൈസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊക്കെയുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഡിബേറ്റ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ വോൾട്ടേറിന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. വോൾട്ടേർ ആദ്യമായിട്ട് 1756 അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തില് ജനറൽ ക്രൈസിസ് എന്നുള്ള രീതിയിൽ ഈ 17ാം നൂറ്റാണ്ടിൽ ഒരു ക്രൈസിസ് ഉണ്ടായിരുന്നുവെന്നും ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നുവെന്നും അത് ലോകത്തിന്റെ വളർച്ചയെയും ലോകത്തിന്റെ ഇന്നോളമുള്ള ചരിത്രത്തെയും സ്വാധീനിച്ചൊരു സാധനമാണ് എന്നും വോൾട്ടേർ ആണ് ആദ്യമായിട്ട് അഭിപ്രായപ്പെടുന്നത്. അതിനുശേഷം പല ചരിത്രകാരന്മാരും ഈ ഒരു വിഷയത്തിലേക്ക് വരികയും വിവിധ തരങ്ങളിലുള്ള ചർച്ചകളും ഇതൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടോ. ഇത് ഈ ഡിബേറ്റ് എവിടെ മുതൽ 1950കളിലും 70കളിലും അടക്കം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ക്രൈസിസ് യൂറോപ്യൻ രാജ്യങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ്. ഇതിന് പ്രധാനപ്പെട്ട 3 അപ്രോച്ചുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിലൊന്ന് എക്കണോമിക് അപ്രോച്ചാണ്. ഈ എക്കണോമിക് അപ്രോച്ചിൽ തന്നെ നമുക്ക് 3 എണ്ണമായിട്ട് തരംതിരിക്കാം. എക്കണോമിക് അപ്രോച്ച് ഒന്ന് മാർക്സിയൻ അപ്രോച്ച് ആണ്. രണ്ടാമത് ഇവര് പ്യുവർലി എക്കണോമിക് ആയിട്ട് അല്ലെങ്കിൽ മണി ഈ പണവും അതേപോലെ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ടുള്ള മണി ആൻഡ് പ്രൈസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എക്കണോമിക് അപ്രോച്ച്. മൂന്നാമത് ഇവരുടെ ഡെമോഗ്രാഫിക് ഡാറ്റ വെച്ചിട്ടുള്ള അപ്രോച്ച്. ഇതില് മാർക്സിയൻ അപ്രോച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 17ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ആയിരുന്നു. അതായത് മാർക്സിന്റെ ചരിത്ര വ്യാഖ്യാനത്തിൽ നമ്മൾ പറയും ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നുണ്ട്. അതിൽ മാർക്സ് ചരിത്രത്തിനെ പല കാലഘട്ടങ്ങളായിട്ട് തരംതിരിക്കുന്നുണ്ട്. ആ കാലഘട്ടങ്ങൾ വർഗ സമരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വലിയ വലിയ വാക്കുകൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഉണ്ടായിരുന്നത് ഇവിടെ സ്ലേവറി ആണ്, അത് കഴിഞ്ഞ് ഫ്യൂഡലിസം, അത് കഴിഞ്ഞ് ക്യാപിറ്റലിസം, അങ്ങനെയുള്ള ഒരു സാധനം, അങ്ങനെ ഒരു ചരിത്രത്തിനെ മാർക്സ് തരംതിരിച്ചൊരു രീതിയുണ്ട്. അപ്പൊ ആ രീതിയിൽ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് പറഞ്ഞത് ഫ്യൂഡലിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാമൂഹിക വ്യവസ്ഥയിൽ നിന്നിട്ട് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞ സാമൂഹിക വ്യവസ്ഥയിലേക്ക് ട്രാൻസ്ഫോം ചെയ്തതിന് ഇടയിലുള്ള ഒരു സമയമാണ് ഈ 17ാം നൂറ്റാണ്ട് എന്നാണ്. ഇതാണ് മാർക്സിസ്റ്റ് വ്യൂ. ഏറ്റവും അതിന്റെ പ്രധാനപ്പെട്ട ഒരു മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയനാണ് എറിക് ഹോബ്സ്ബോൺ. അദ്ദേഹമാണ് ഈ ഒരു തിയറി മുന്നോട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് രണ്ടാമതാണ് ഈ ഒരു കാലഘട്ടത്തിൽ പണത്തിന്റെ മൂല്യം എങ്ങനെയായിരുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു ചർച്ച വന്നിട്ടുള്ളത്. 1619 മുതൽ 1622 വരെ ഒരു എക്കണോമിക് ആയിട്ടുള്ള യൂറോപ്പിന്റെ എല്ലാ ഗ്രോത്തും അവസാനിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ള രീതിയിലുള്ള ചർച്ച വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചർച്ചയായിരുന്നു ഒരു ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡെമോഗ്രാഫിക് ഡാറ്റ വെച്ചിട്ട് ഇത് എല്ലാ കൺട്രികളെയും ഒരേപോലെയാണോ എഫക്ട് ചെയ്തത്, ഏതൊക്കെ രീതിയിലാണ് എഫക്ട് ചെയ്തത് എന്നുള്ള ഈ 3 അപ്രോച്ചുകൾ. രണ്ടാമത്തെ അപ്രോച്ചാണ് പൊളിറ്റിക്കൽ അപ്രോച്ച്. അപ്പൊ എക്കണോമിക് അപ്രോച്ച് തന്നെ 3 എണ്ണമുണ്ട്: മാർക്സിയൻ, എക്കണോമിക്, ഡെമോഗ്രാഫിക്. ഇനി അതിൽ പൊളിറ്റിക്കൽ അപ്രോച്ച്, ഇതിന്റെ രണ്ടാമത്തെ അപ്രോച്ചാണ് പൊളിറ്റിക്കൽ അപ്രോച്ച്. പൊളിറ്റിക്കൽ അപ്രോച്ച് ആ കാലഘട്ടത്തിൽ ഉണ്ടായ രാഷ്ട്രീയമായിട്ടുള്ള കലാപങ്ങളെയും കോൺഫ്ലിക്റ്റുകളെയും സംഘർഷങ്ങളെയും കലാപങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്കറിയാം 17ാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട പല ഇംഗ്ലീഷ് റവല്യൂഷൻ പോലുള്ള റവല്യൂഷനുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇത് അങ്ങനെ ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷന്റെ ഒരു സമയമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. രാഷ്ട്രീയമായ മാറ്റം സംഭവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ മൊണാർക്കിയിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയിലേക്ക്, അല്ലെങ്കിൽ നാഷണൽ മൊണാർക്കിയിൽ നിന്ന് നാഷണൽ സ്റ്റേറ്റിലേക്ക് മാറുന്നതിലേക്കുള്ള ഒരു മാറ്റം സംഭവിച്ച കാലഘട്ടമാണ് എന്ന് പറയുന്നവരുണ്ട്.
ഇതിന്റെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ പറയാം എല്ലാ തിയറികളും നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ അതിനൊരു കൗണ്ടർ തിയറി പഠിക്കും. അതായത് ഇങ്ങനെ ഒരു അപ്രോച്ച് ഉണ്ട്, ഇങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടായിട്ടേ ഇല്ല. ഇത് 1560കളിലും 1590കളിലൊക്കെ ഇതേപോലെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഇങ്ങനെ പ്രതിസന്ധി ഉണ്ട്. അതിന് നമുക്കൊരു ക്രൈസിസ് ആയിട്ട് പറയാനൊന്നും പറ്റില്ല എന്ന് ജെ ചില്ലിയറ്റിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടായിരുന്നു എന്നുള്ള സാധനത്തെ ഈ ഒരു ക്രൈസിസിന്റെ അസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ഉള്ള ഒരു വാദവും ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഇനി നമ്മള് ഇതില് അടുത്തതായിട്ട് നോക്കുന്നത് മറ്റു എന്തൊക്കെയായിരുന്നു. അതില് ചില ആളുകള് ഇപ്പോ റൊളാൻ മോൺസിയർ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്, പലതരത്തിലുള്ള ഐഡിയകൾ ഇതിലുണ്ടായിരുന്നു. അതായത് 30 years വാർ, അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷ് റവല്യൂഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് വ്യൂകൾ വേറെയും വന്നിട്ടുണ്ട്. ആ വ്യൂകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മുടെ ഇതില് നോട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് പറയാനുള്ളൂ, മറ്റേ ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ദെൻ സ്റ്റീൻസ്ഗാർഡിന്റെ ഒരു തീസിസ് പറയുന്നുണ്ട്. സ്റ്റീൻസ്ഗാർഡിന്റെ തീസിസ് എന്താണ്, അദ്ദേഹം ഈ സ്റ്റേറ്റിന്റെ എക്സ്പാൻഷനെ, അതേപോലെ ആ കാലഘട്ടത്തിൽ വന്ന എക്കണോമിക് ഹാർഡ്ഷിപ്പിനെ, ഹയർ ടാക്സ്, ഇതിന്റെ എല്ലാം കാരണമായിട്ട് അദ്ദേഹം നോക്കിക്കാണുന്നത് ഈ 17ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ പറയുന്ന ഈ ക്രൈസിസിനെയാണ്. ഇതിന്റെ ബ്രോഡ് കൺസെൻസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡേൺ സ്കോളേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോൺസെപ്റ്റിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് ഇവർ ഈ കാലഘട്ടത്തിൽ പറഞ്ഞു വെച്ച ഒരു സാധനത്തെ അതേപോലെ എടുത്ത് നമ്മൾ വിഴുങ്ങല്ല ചെയ്യുന്നത്. നമ്മൾ അതിനെ ഒരുപാട് ഇന്റർപ്രിട്ടേഷനുകളോട് കൂടിയിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ 17ാം നൂറ്റാണ്ടിൽ ഹിസ്റ്റോറിക്കൽ ഡിബേറ്റ് എന്ന കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒന്നെന്താ വെച്ചാൽ പല ഹിസ്റ്റോറിയൻസ് ഇതിനെ പല രീതിയിലാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതിൽ ഇങ്ങനെ ആദ്യമായിട്ട് ജനറൽ ക്രൈസിസ് എന്നുള്ള ടേം കൊണ്ടുവന്ന് വോൾട്ടയർ ആണ്. പിന്നെ ഹിസ്റ്റോറിക്കൽ ഡിബേറ്റുകൾ നമ്മുടെ ഈ 20ാം നൂറ്റാണ്ടിലൊക്കെ ഇതിന്റെ പേരിൽ വലിയ രീതിയിൽ നടന്നിട്ടുണ്ട്. അപ്പൊ ഇതിന് ഈ ഒരു ക്രൈസിസിനെ 3 രീതിയിലാണ് ചരിത്രകാരന്മാർ അപ്രോച്ച് ചെയ്ത്: എക്കണോമിക്, പൊളിറ്റിക്കൽ, സ്കെപ്റ്റിക്കൽ വ്യൂ. അതിൽ എക്കണോമിക് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സാമ്പത്തികമായിട്ടുള്ള മാറ്റം സംഭവിച്ചതാണ്. ആ സാമ്പത്തികമായ മാറ്റത്തിന് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് മാർക്സിയൻ അപ്രോച്ച്, ഡെമോഗ്രാഫിക് അപ്രോച്ച്, എക്കണോമിക് അപ്രോച്ച്. അപ്പൊ ഇത്തരത്തിലുള്ള 3 അപ്രോച്ചുകൾ വരുന്നുണ്ട്. ഫ്യൂഡലിസ്റ്റിൽ നിന്ന് ക്യാപിറ്റലിസ്റ്റിലേക്ക് മാറുന്നതെന്നാണ് മാർക്സിസ്റ്റുകൾ പറഞ്ഞത്. അവിടെ ഒരു സാമ്പത്തികമായ പ്രതിസന്ധി എന്നാണ് എക്കണോമിക്സുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മൂന്നാമതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് എല്ലാ ഭാഗങ്ങളിലും ഡെമോഗ്രാഫിക് ആയിട്ട് ഇതിന്റെ പോപ്പുലേഷനൊക്കെ എങ്ങനെയാണ് ഇത് ബാധിച്ചത് എന്നുള്ള അടിസ്ഥാനത്തിൽ മൂന്നാമതൊരു വിഭാഗം പറഞ്ഞു. പൊളിറ്റിക്കലായിട്ട് പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയമായിട്ടുള്ള സമരങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയ വ്യവസ്ഥയെ, ഞാൻ നേരത്തെ ഒരു രാജാവ് ഒരു രാജ്യം ഭരിക്കുന്നതിൽ നിന്ന് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള നാഷൻ സ്റ്റേറ്റുകളിലേക്ക് മാറുന്നതിന്റെ ആദ്യ ചൂടായിരുന്നു ഈ ക്രൈസിസ് എന്ന് പറഞ്ഞവരുണ്ട്. മൂന്നാമത് ഇങ്ങനെ ഒരു ക്രൈസിസ് സംഭവിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് ഈ സിദ്ധാന്തത്തെ തള്ളിക്കളയുന്ന ആളുകൾ. പിന്നെ മറ്റു തരത്തിലുള്ള, അതായത് ആ കാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ട യുദ്ധങ്ങളായ 30 years വാർ പോലുള്ള സാധനങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് പുതിയ പുതിയ തിയറികൾ ഉണ്ടാക്കിയ ആളുകളുണ്ട്. സ്റ്റീൻസ്ഗാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ തെസിസ് പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് ഈ ക്രൈസിസ് ആണ് ആ കാലത്ത് ഉണ്ടായിരുന്ന സ്റ്റേറ്റിന്റെ എക്സ്പാൻഷനും ഹയർ ടാക്സുകൾക്കും എക്കണോമിക് ഹാർഡ്ഷിപ്പുകളുടെ ഒക്കെ അടിസ്ഥാന കാരണം. അവസാനമായിട്ട് നമ്മൾ അവസാനിപ്പിക്കുന്നത് മോഡേൺ ഇന്നത്തെ സ്കോളേഴ്സ് ഈ വിഷയങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴും വലിയ രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷൻസിനുള്ള ഒരു അവസരം ഒരുക്കുന്നുണ്ട്. ഇത്രയുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഒറിജിൻ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്രൈസിസിന്റെ ഒറിജിൻ ഉണ്ടാവുന്നത് എന്നാണ്. അപ്പൊ അതിൽ പറയുന്നത് പല ഹിസ്റ്റോറിയൻസും പല രീതിയിലാണ് ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ഇന്ന കാലഘട്ടം മുതൽ, ഒരു വർഷം മുതൽ മറ്റൊരു വർഷം വരെ നീണ്ടു നിന്ന ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള ക്രൈസിസ് ആണ് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പല ചരിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ക്രൈസിസ് ഉണ്ടായത് പല കാലഘട്ടങ്ങളിലാണ്. അതായത് തുടങ്ങുന്നത് പല ടൈമുകളാണ്. The crisis began at different times and with different intensities across Europe. അപ്പോൾ ഇതിന്റെ ഡേറ്റും ഇതിന്റെ ഇന്റൻസിറ്റിയും ഓരോ സ്ഥലങ്ങൾക്ക് അനുസരിച്ച് അത് ഇന്റർപ്രറ്റ് ചെയ്ത ആളുകളുടെ ഒരു അനുസരിച്ചിട്ട് പല രീതിയിലും മാറിയിട്ടുണ്ട്. എങ്കിലും നമ്മൾ അവസാനം എത്തിച്ചേരുന്നത് ഈ ക്രൈസിസ് 17ാം നൂറ്റാണ്ടിന്റെ ഒരു മധ്യ കാലഘട്ടത്തിലാണ് ഇത് ഡെവലപ്പ് ആയത് എന്നാണ് നമ്മൾ എല്ലാവരും ഒന്ന് പറഞ്ഞ് ഏകദേശം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഒപ്പിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പറയുന്നത് ഒന്ന് എക്കണോമിക് ഡിപ്രഷൻ ആണ്. അതായത് സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, പോപ്പുലേഷന്റെ എണ്ണം കുറയുന്നു, അതേപോലെ സാമൂഹികമായിട്ട് പല സോഷ്യൽ അൺട്രസ്റ്റ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ പല തരത്തിലുള്ള യുദ്ധങ്ങളും അതേപോലെ ആ യുദ്ധം ഉണ്ടാവാനുള്ള കാരണങ്ങളായിട്ടുള്ള പല
പ്രക്ഷോഭങ്ങളും കലാപങ്ങളും ഒക്കെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടാവാനുള്ള കാരണമായിട്ട് പറയുന്നത്. അതേപോലെ ഈ ഒരു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തേണ്ട രണ്ട് ഇവന്റുകളാണ്, ഒന്ന് 80 ഇയേഴ്സ് വാറും മറ്റൊന്ന് 30 ഇയേഴ്സ് വാറും. 80 ഇയേഴ്സ് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെതർലാൻഡ് സ്പാനിഷുകാർ അവരെ ഭരിക്കുന്നതിനെതിരെ അല്ലെങ്കിൽ സ്പെയിന്റെ റൂളിനെതിരെ നെതർലാൻഡുകാർ സംഘടിപ്പിച്ച ഒരു 80 വർഷക്കാലം നീണ്ടുനിന്ന ഒരു പോരാട്ടമാണ്. ഇത് മറ്റ് യൂറോപ്പിന്റെ ഭാഗങ്ങളിലേക്കും ഈ പോരാട്ടത്തിന്റെ സന്ദേശം പടരുകയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീടുള്ളത് 30 ഇയേഴ്സ് വാർ എന്ന് പറഞ്ഞ് 1618 മുതൽ 1648 വരെ നീണ്ടുനിന്ന ഒരു യുദ്ധമാണ്. ആ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ യൂറോപ്പ്, ഫ്രാൻസ്, സ്പെയിൻ ഇങ്ങനത്തെ ഈ ഒരു ശക്തി ഇവരുടെ ഒരു ശക്തിയെ തന്നെ ചോദ്യം ചെയ്യുന്ന, ശക്തി തന്നെ തകരാൻ കാരണമായിട്ടുള്ള ഒരു യുദ്ധമാണ്. ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പാർട്ട് 2 പഠിക്കും. 30 ഇയേഴ്സ് വാർ എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഇതിൽ ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുള്ളതാണ്. അപ്പൊ അത് സെപ്പറേറ്റ് ടോപ്പിക് വരുന്നത് ഞാൻ ഇത്ര ഇതിൽ പറയുന്നുള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പൊ അതും ഒരു പ്രധാനപ്പെട്ട ഇവന്റ് ആണ് ഈ ഒരു ക്രൈസിസ് തുടങ്ങുന്ന കാലഘട്ടത്തിൽ എന്ന് ഓർത്ത് വെക്കുക. പിന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഫ്രഞ്ചിലുണ്ടായ ചെറിയ ചെറിയ കലാപങ്ങള്, അതായത് ചെറിയ ചെറിയ പെസന്റ് അപ്രൈസിങ്ങൾ, ചെറിയ ചെറിയ റിവോൾട്ടുകൾ, ഇതൊക്കെയാണ് നമ്മൾ പിന്നീട് പഠിക്കുന്ന 1789 നടന്ന ഫ്രഞ്ച് റവല്യൂഷന്റെ ഒരു ബേസ് ഉണ്ടാക്കി കൊടുത്തത് ഈ കാലഘട്ടത്തിൽ നടന്ന ഫ്രഞ്ച് റിവോൾട്ടുകളാണ്. പിന്നെ ഇംഗ്ലീഷിലുണ്ടായ ഒരു സിവിൽ വാർ, അത് ചാൾസ് ഫസ്റ്റ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് രാജാവിനെ തൂക്കിക്കൊല്ലുന്നതിലേക്ക് എത്തിയിട്ടുള്ള ഒരു ഇംഗ്ലണ്ടിലുണ്ടായ ഒരു സിവിൽ വാർ 1642 മുതൽ 1949 വരെ നീണ്ടുവന്നത്. അത് ഒരു നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് റവല്യൂഷൻ ഉണ്ട് 1688-89 കാലഘട്ടങ്ങളിൽ നടന്ന, അത് നടക്കുന്നത് വരെയുള്ള പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയിലേക്കാണ് അത് നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്പാനിഷ് ആൻഡ് മെഡിറ്ററേനിയൻ അപ്രൈസിങ്സ് ആണ്. അപ്പൊ അതെന്താണ്, സ്പെയിനിലും അതേപോലെ മെഡിറ്ററേനിയൻ എന്ന് പറഞ്ഞിട്ടുള്ള സീയുടെ തീരത്ത് ഉണ്ടായിരുന്ന നമ്മുടെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ഒരു അപ്രൈസിങ്ങുകളാണ്. ഇപ്പൊ കാറ്റലോണിയ നമുക്കിപ്പോഴും അറിയാം സ്പെയിനിന്റെ കോളനിയാണ്. ഇന്നും കാറ്റലോണിയ എന്ന് പറഞ്ഞ ഭൂപ്രദേശം പറയുന്നത് എന്താണ്, അവർക്ക് സ്പെയിനിന്റെ ഭരണത്തിൽ നിന്ന് മാറണമെന്നാണ്. ബാഴ്സലോണ എന്ന് പറഞ്ഞ ഫുട്ബോൾ ക്ലബിന്റെയും റയൽ മാഡ്രിഡിന്റെയും തമ്മിലുള്ള ഒരു വൈരാഗ്യത്തിന്റെ കാരണം പോലും ഈ ചരിത്ര പശ്ചാത്തലമാണ്. കാറ്റലോണിയനെ പ്രതിനിധീകരിക്കുന്ന ബാഴ്സലോണയും റോയൽ സ്പെയിനെ പ്രതിനിധീകരിക്കുന്ന റയൽ മാഡ്രിഡും തമ്മിലുള്ള കളികൾക്ക് ഒരു യുദ്ധവൈര്യം തന്നെ വരുന്നതിന്റെ അടിസ്ഥാനം ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പ്രശ്നമാണ്. അതുപോലെ സ്പെയിനിന്റെ കോളനികളായിട്ടുള്ള കാറ്റലോണിയൻ നേപ്പിൾസും ഈ പോർച്ചുഗലിന്റെ കൂടെ കൂടിയിട്ട് സ്പെയിൻ എന്ന സാമ്രാജ്യത്തിന് എതിരായിട്ട് ഒരു ഉയർച്ച ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതേപോലെ മറ്റ് സ്വിസ്സില്, ഉക്രൈനില്, റഷ്യയില്, ഹംഗറിയില്, അയർലാൻഡ്, അങ്ങനെ ഡച്ച്, ഇവിടെയൊക്കെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട റിവോൾട്ടുകള് ഈ യൂറോപ്യൻ ക്രൈസിസിന്റെ ഒരു കാരണമായിരുന്നു. ഇനി മൂന്നാമതായിട്ട് നമ്മൾ കോമൺ ക്രൈസിസ് തീമായിട്ട് പറഞ്ഞ എന്താണ്, വൈൽ ഡിഫറെന്റ് റീജിയൻസ് ഹാഡ് യുണീക് കോസസ് മെനി ഹിസ്റ്റോറിയൻസ് സീ എ ഷെയർഡ് യൂറോപ്യൻ ക്രൈസിസ്. അപ്പൊ യൂറോപ്പിന്റെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ നമ്മൾ പരിശോധിച്ച പലതരത്തിലുള്ള കാരണങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിലും ഒരു കോമൺ ക്രൈസിസ് ഈ കാലഘട്ടത്തിൽ യൂറോപ്പിന്റെ എല്ലാ ഭാഗങ്ങളിലും ഏതെങ്കിലും ഒരു തരത്തിലൊരു ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട് എന്ന് എല്ലാ ഹിസ്റ്റോറിയൻസും അംഗീകരിക്കുന്ന ഒരു വാദമാണ്. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഈ ഇതിന്റെ ക്രൈസിസിന്റെ ഒരു എക്സ്റ്റെന്റ് എത്ര മാത്രമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിൽ തന്നെ നമ്മൾ പറഞ്ഞു അപ്പൊ പല രീതിയിലുള്ള ക്രൈസിസുകളായിട്ടാണ് നമ്മൾ പഠിക്കുക. ഓരോന്ന് ഇപ്പൊ അഗ്രേറിയൻ ക്രൈസിസ് എന്താണ്, ഡെമോഗ്രാഫിക് ക്രൈസിസ്. അപ്പൊ അതിൽ ആദ്യത്തത് ഡെമോഗ്രാഫിക് ക്രൈസിസ് ആണ്. ഡെമോഗ്രാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡ് സൂചിപ്പിക്കുന്നതന്നെ നിങ്ങൾക്കറിയാം എന്താണ്, പോപ്പുലേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പഠനമാണ്. അപ്പൊ അതിൽ ആദ്യം പറയുന്നത് പോപ്പുലേഷൻ ഗ്രോത്ത് സ്റ്റേറ്റ്. After impressive growth in the 16th century, population stagnated or declined in many parts of Europe. അതാണ് 16ാം നൂറ്റാണ്ടില് ഈ ജനസംഖ്യയിൽ ഒരു കുതിപ്പുണ്ടാക്കിയ യൂറോപ്പ് 17ാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോഴേക്കും എന്ത് സംഭവിക്കുകയാണ്, അവിടെ ഈ പോപ്പുലേഷനിൽ വലിയ രീതിയിലുള്ള ഒരു ഇടിവ് സംഭവിക്കുകയാണ്. വിത്ത് സം എക്സെപ്ഷൻസ് ഇൻ നോർത്തേൺ യൂറോപ്പ്, നെതർലാൻഡ്സ്, നോർവേ, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങൾ, അതിന് നോർത്തേൺ യൂറോപ്പ് എന്നാണ് നമ്മൾ പറയാ, അവിടേക്ക് പോപ്പുലേഷൻ കൂടുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭാഗം മാറ്റി വെച്ചു കഴിഞ്ഞാൽ 17ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു ജനസംഖ്യയിൽ വലിയ കുറവ് സംഭവിക്കുന്നുണ്ട്. ഇനി അതിന് കാരണങ്ങളായിട്ട് പറയുന്നത് എന്താണ്, പിന്നെ അതേപോലെ മറ്റൊന്നായിട്ട് പറയുന്നത് ഇമ്പാക്ട് ഓഫ് വാർ.
The 30 Years War devastated Germany, causing a 35 to 40% population decline. 30 ഇയേഴ്സ് വാർ എന്ന് പറഞ്ഞിട്ടുള്ള യുദ്ധം ജർമ്മനിയെ കാര്യമായിട്ട് ബാധിച്ചു. 40% വരുന്ന അവരുടെ പോപ്പുലേഷൻ ഈ യുദ്ധത്തോട് കൂടിയിട്ട് ഇല്ലാതായി. വിത്ത് സം റീജിയൻസ് ലോസിങ് ഹാഫ്, ചില സ്ഥലങ്ങളിൽ 50% വരുന്ന അവരുടെ പോപ്പുലേഷൻ ഈ ഒരു യുദ്ധത്തിന്റെ ഭാഗമായിട്ട് നഷ്ടപ്പെട്ടു. പോളണ്ട് ആൻഡ് സ്പെയിൻ ഓൾസോ സോ മേജർ ഡിക്ലൈൻസ്. അതേപോലെ പോളണ്ടും സ്പെയിനും ഇതേപോലെ അവരുടെ ജനസംഖ്യ. അപ്പൊ യുദ്ധങ്ങളാണ് ഇതിന്റെ ഒരു കാരണമായിട്ട് പറയുന്നത്. 30 ഇയേഴ്സ് വാർ മാത്രമല്ല, മറ്റു യുദ്ധങ്ങളും കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്, മറ്റു റിവോൾട്ടുകളും ആ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് യുദ്ധം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ മരിക്കും, ആളുകൾ മരിച്ചു. അങ്ങനെ ഡെമോഗ്രാഫിന്റെ ലോസ് കാണുന്നുണ്ട്. ദെൻ റീജിയണൽ ഡിഫറൻസ് എന്തൊക്കെയാണ്? സദേൺ യൂറോപ്സ് പോപ്പുലേഷൻ ഡിക്ലൈൻഡ് ഷാർപ്ലി ഇൻ 17th century while northern Europe saw growth through slower in later half. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പോപ്പുലേഷന്റെ ഇടിവില് റീജിയണൽ വ്യത്യാസമുണ്ട്. അതായത് യൂറോപ്പിന്റെ സദേൺ പാർട്ടില് പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? വലിയ രീതിയിൽ ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. എന്നാൽ നോർത്തേൺ പാർട്ടില് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നെതർലാൻഡ്സ്, നോർവേ, സ്വീഡൻ തുടങ്ങിയ കൺട്രികളിലും എന്ത് സംഭവിക്കുന്നുണ്ട്? ചെറിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് കാണുന്നുണ്ട്. അത് എങ്കിലും ലേറ്റർ ഹാഫിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് സ്ലോവർ ആയിട്ടുള്ള ഗ്രോത്ത് തന്നെയാണ്. ഇതിന്റെ ഡിക്ലൈൻ ആയിട്ട് പറയുന്നത് രണ്ട് രീതിയിലുള്ള ഹിസ്റ്റോറിയൻസിന്റെ വ്യൂസ് ആണ് ഈ ഒരു ഡെമോഗ്രാഫി പോപ്പുലേഷന്റെ ഒരു ഡിക്ലൈനിന് കാരണമായിട്ട് പറയുന്നത്. അതിൽ ഒന്നാണ് മാൽത്തൂസിയൻ ക്രൈസിസ്. മാൽത്തൂസിയൻ ക്രൈസിസ് എന്ന് പറയുന്നത് ഒരു ഇതാണ്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ പീറ്റർ ക്രിട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ഹിസ്റ്റോറിയൻ ആട്രിബ്യൂട്ട്സ് ടു മാൽത്തൂസിയൻ തിയറി ഓഫ് പോപ്പുലേഷൻ. മാൽത്തൂസിയൻ പറഞ്ഞിട്ടുള്ള എക്കണോമിക്സ് പഠിച്ചിട്ടുള്ള ആൾക്കാരെ അതൊരു പോപ്പുലേഷൻ പഠനത്തിലെ പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു തിയറിയാണ് മാൽത്തൂസിയൻ തിയറി, പോപ്പുലേഷൻ ഗ്രോത്ത്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഔട്ട്പേസിംഗ് ഫുഡ് പ്രൊഡക്ഷൻ ലീഡിങ് ടു പീരിയോഡിക് പോപ്പുലേഷൻ ക്രൈസിസ്. എന്താണ്? ഫുഡ് പ്രൊഡക്ഷനിൽ ഉണ്ടായ ഒരു ഗ്രോത്ത് ആണ് ഈ പീരിയോഡിക് ആയിട്ടുള്ള പോപ്പുലേഷൻ ക്രൈസിസിന് കാരണമാകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോ അത് മാൽത്തൂസിയൻ തിയറിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു കണ്ടന്റ് ഓർത്ത് വെച്ചാൽ മതി. ദെൻ ലോങ് ടേം കോൺസിക്വൻസ് ആയിട്ടാണ് രണ്ടാമത്തെ ഒരു തിയറി ആയിട്ട് പറയുന്നത്. എന്താ പറയുന്നത്? അഫക്റ്റഡ് ഫാമിലി ലൈഫ്, ബർത്ത് റേറ്റ്സ്, food habits and marriage pattern with varying impacts across region due to uneven demographic changes. അപ്പൊ അതിൽ പറയുന്നത് വെച്ചാൽ ഇത് നമ്മൾ നോക്കുന്നത് മാൽത്തൂസിയൻ ക്രൈസിസ് ആണ്. മാൽത്തൂസിയൻ ക്രൈസിസ് ആണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഈ ഡെമോഗ്രാഫിക് ഡിക്ലൈനിന്റെ കാരണം പറയുന്നത്. മാൽത്തൂസിയൻ ക്രൈസിസ് എന്ന് പറയുമ്പോൾ ആ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തോമസ് ആർ മാൽത്തൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രിട്ടീഷ് എക്കണോമിക്സ് മുന്നോട്ട് വെച്ചൊരു തിയറിയാണ്. അപ്പൊ പീറ്റർ ക്രിഡറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഹിസ്റ്റോറിയൻ പറയുന്നത് ഇതാണ് യഥാർത്ഥ, അതായത് മാൽത്തൂസിയൻ ക്രൈസിസ് ആണ് ഈ പോപ്പുലേഷൻ ലോസിന് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഔട്ട്പേസിംഗ് ഫുഡ് പ്രൊഡക്ഷൻ. അതായത് പോപ്പുലേഷൻ വലിയ രീതിയിൽ കൂടുക. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞു. 16ാം നൂറ്റാണ്ടിൽ എന്തുണ്ടായിരുന്നു? യൂറോപ്പിൽ ഒരു പോപ്പുലേഷൻ ഒരു കുതിപ്പുണ്ടായിരുന്നു. ഈ കുതിപ്പുണ്ടായപ്പോൾ ഔട്ട് പേസിങ് ഫുഡ് പ്രൊഡക്ഷൻ, അവർക്ക് ആവശ്യമുള്ള ഫുഡും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് പ്രൊഡക്ഷനെക്കാട്ടും കൂടുതൽ ജനസംഖ്യ ഉണ്ടായി. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പ്രൊഡക്ഷൻ, ഈ ഭക്ഷ്യലഭ്യത കുറയും, പോപ്പുലേഷൻ കുറയും. സ്വാഭാവികമായിട്ട് ആളുകൾ പട്ടിണി കിടന്നും അല്ലാതെയും ഒക്കെ മരിക്കാൻ തുടങ്ങും. അപ്പൊ ഇതൊരു ലോങ് ടേം ആയിട്ടുള്ള പീരിയോഡിക് പോപ്പുലേഷൻ ക്രൈസിസിലേക്ക് എത്തും. എന്തിനു വേണ്ടിയിട്ട്? ഫുഡ് പ്രൊഡക്ഷനും ജനസംഖ്യയും ഒരു റേഷ്യോയിലാവാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? അപ്പോ ഇതിനാണ് ലോങ് ടേം കോൺസിക്വൻസ് എന്ന് പറയുന്നത്. ഇതെന്തിന്? അപ്പൊ ഇങ്ങനെ ഉണ്ടായ ഒരു മാൽത്തൂസിയൻ ക്രൈസിസ് എന്തിന് കാരണമായിട്ടുണ്ട്? നമ്മുടെ ഫാമിലി ലൈഫിനെ ബാധിക്കും, അവരുടെ ബർത്ത് റേറ്റിനെ ബാധിക്കും, ഫുഡ് ഹാബിറ്റ്സിനെ ബാധിക്കും, മാരേജ്, അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലേക്കും ഇത് ബാധിക്കും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ക്രൈസിസ് ആണ് അഗ്രേറിയൻ ക്രൈസിസ്. അപ്പൊ നമ്മൾ ഇതിപ്പോ ഫുഡ് പ്രൊഡക്ഷനിലേക്ക് എത്തിയത് അഗ്രേറിയൻ ക്രൈസിസ് എന്താണെന്നാണ് നോക്കുന്നത്. ഒന്ന് അഗ്രികൾച്ചർ ഫ്ലക്ച്വേഷൻ ആണ്. അപ്പൊ ഒരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. യൂറോപ്യൻ അഗ്രികൾച്ചർ ഓൾട്ടർനേറ്റഡ് ബിറ്റ്വീൻ കോൺട്രാക്ഷൻ ആൻഡ് ഗ്രോത്ത് ഫോർ സെഞ്ചുറീസ്, ഇൻഫ്ലുവൻസ്ഡ് ബൈ പോപ്പുലേഷൻ ആൻഡ് ടെക്നോളജി. അപ്പൊ നമ്മൾ പറഞ്ഞു അഗ്രികൾച്ചർ എന്ത് ചെയ്യാണ്? ഒരു കോൺട്രാക്ഷനും ഗ്രോത്തും കോൺട്രാക്ഷനിൽ നിന്ന് ഒരു ഗ്രോത്തിലേക്ക് മാറിക്കൊണ്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന് പോപ്പുലേഷൻ കൂടുന്നുണ്ട്, രണ്ട് ടെക്നോളജിയും കൂടുന്നുണ്ട്. അപ്പൊ എന്താണ്? അത്ര ഡെവലപ്പ് അല്ലാത്ത അഗ്രികൾച്ചർ സാധനം ഗ്രോത്തിലേക്ക് മാറുകയാണ്. പക്ഷെ ഈ ഒരു സാധനത്തിനെ പറ്റിയിട്ട് റിലയബിൾ ഡാറ്റ ഓൺ യൂറോപ്യൻ അഗ്രികൾച്ചർ ഈസ് സ്കാഴ്സ്. യൂറോപ്യൻ അഗ്രികൾച്ചറിനെ പറ്റിയുള്ള ഡാറ്റ വളരെ കുറവാണ്. പക്ഷേ
ഫ്രഞ്ച് അഗ്രികൾച്ചർ ഈസ് വെൽ ഡോക്യുമെന്റഡ് ബൈ ഹിസ്റ്റോറിയൻസ്. ഫ്രഞ്ച് അഗ്രികൾച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, ഹിസ്റ്റോറിയൻസ് വലിയ രീതിയിൽ നല്ല രീതിയിൽ തന്നെ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് വെച്ചിട്ടാണ് നമ്മൾ മൊത്തം യൂറോപ്പിനെ വിലയിരുത്തുന്നത്. ഇനി മെഡിറ്ററേനിയൻ റീജിയനിൽ അഗ്രികൾച്ചർ ഉണ്ടായ ക്രൈസിസ് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ പുവർ ലാൻഡ് ക്വാളിറ്റി ആൻഡ് ഹില്ലി ടെറൈൻ, ലിമിറ്റഡ് ഫുഡ് ക്രോപ്പ് പ്രൊഡക്ഷൻ. മെഡിറ്ററേനിയൻ സീന്റെ ചുറ്റുഭാഗങ്ങളുള്ള സ്ഥലങ്ങളിൽ എന്താണ്, അതൊരു ഹില്ലി ടെറൈനുമാണ്, ഒരു മല പോലത്തെ ഒരു പ്രദേശവുമാണ്. അതേപോലെ അവിടുത്തെ മണ്ണ് അത്ര സുഖകരമായ മണ്ണുമല്ല, അതുകൊണ്ട് തന്നെ അവിടെ ഫുഡ് പ്രൊഡക്ഷൻ കുറവായിരുന്നു. അപ്പൊ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഷീപ്പ് ഫാമിങ്ങിന്, ആടിനെ വളർത്തുന്നതിലും പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നതിലായിരുന്നു അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ലാൻഡിന്റെ ഫ്രാഗ്മെന്റേഷൻ എങ്ങനെയാണ് വരുന്നതാണ്. അപ്പൊ നമ്മൾ നേരത്തെ 16-ാം നൂറ്റാണ്ടില് ഒരു വലിയ പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതെന്ത് ചെയ്തു, ഈ ലാൻഡ് ഹോൾഡിങ്സ് ഫ്രാഗ്മെന്റ് ഉണ്ടാവാൻ, ചിന്തി പോവാൻ കാരണമായി. അത് കാര്യമായിട്ടുള്ള ടെക്നോളജിക്ക് ഇന്നോവേഷൻ ഇല്ലാത്തത് ഇങ്ങനെ ഫ്രാഗ്മെന്റ് ചെയ്ത് കൃഷി ചെയ്തുകൊണ്ട് തന്നെ അത് വൻ നാശത്തിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇനി 17-ാം നൂറ്റാണ്ടില് അഗ്രികൾച്ചറൽ എക്സ്പോഷന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്നാണ് നോക്കുന്നത്. സെൻട്രൽ ഈസ്റ്റേൺ ആൻഡ് സദേൺ യൂറോപ്പ് റിമെയിൻഡ് ഡോമിനേറ്റഡ് ബൈ ഫ്യൂഡൽ സിസ്റ്റം. അപ്പോ ഇതില് സെൻട്രലും ഈസ്റ്റേണും അതേപോലെ സദേൺ യൂറോപ്പിലും ഫ്യൂഡൽ സിസ്റ്റം ഇങ്ങനെ നിലനിൽക്കുകയാണ്. ആ സമയത്ത് ഫ്രാൻസ് എന്ത് നേരിടാണ്, ഒരു അഗ്രേറിയൻ സ്റ്റാഗ്നേഷൻ നേരിടാണ്. എന്ത് കാരണം, ടാക്സേഷനും സ്റ്റേറ്റ് കൺട്രോളും കാരണം നേരിടാണ്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും എന്തുണ്ട്, ഫ്യൂഡലിസം നല്ല രീതിയിലുണ്ട്, പക്ഷെ ഫ്രാൻസിൽ കുറവാണ്. ആ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ടാണ് നമ്മൾ ഫ്രാൻസിന് എടുക്കുന്നത്, ഫ്രാൻസ് ആണ് ഈ അഗ്രികൾച്ചറിൽ ആ കാലത്തുണ്ടായ കാര്യങ്ങൾ കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്തത്. അപ്പൊ നമ്മൾ ഇത് എടുത്ത് എല്ലായിടത്തേക്കും ഇംപ്ലിമെന്റ് ചെയ്യാണ്. അപ്പോ ഫ്രഞ്ചിൽ ഉണ്ടായിരുന്ന അഗ്രേറിയൻ ഇഷ്യൂസ് എന്താണ്, ഫ്രഞ്ച് മൊണാർക്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ സ്മോൾ പെസൻസിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ കയ്യിൽ നിന്നും വലിയ രീതിയിൽ ടാക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ടൈലേ എന്ന് പറഞ്ഞിട്ടുള്ള ടാക്സ്. ഈ സമയം ഇത് എന്തിലേക്ക് നീങ്ങി, ഈ ടാക്സ് പിടിക്കുന്നത് ലാസ്റ്റ് എന്തിലേക്ക് മാറി, ഒരു അഗ്രേറിയൻ സ്റ്റാഗ്നേഷനിലേക്ക് മാറി. അങ്ങനെ ഈ ഒരു ക്ലോസ്ഡ് എക്കോണമി, ക്യാപിറ്റലിസ്റ്റ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ഇംഗ്ലണ്ടിൽ ഉണ്ടായ ഒരു ഡെവലപ്മെന്റ് ആണ്. ആ ഡെവലപ്മെന്റ് ഫ്രാൻസിൽ വരാൻ കാരണമായി. ഇനി നമ്മൾ പറയുന്നത് ഗ്രെയിന്റെ പ്രൈസ് കുറയുന്നത്. ഗ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാന്യങ്ങളാണ്. ധാന്യങ്ങളുടെ വില വലിയ രീതിയിൽ യൂറോപ്പിൽ ഇടിഞ്ഞു, പ്രത്യേകിച്ച് ഫ്രാൻസ്, പോളണ്ട്, ജർമ്മനി തുടങ്ങിയ സ്ഥലങ്ങളിൽ. അങ്ങനെ എന്തിലേക്ക് നയിച്ചു, ലീഡിങ് ടു റെഡ്യൂസ്ഡ് അഗ്രികൾച്ചർ ഇൻവെസ്റ്റ്മെന്റ്. അങ്ങനെ അത് അഗ്രികൾച്ചറിലേക്ക് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറയാനും അതേപോലെ ഇതിന്റെ പ്രോപ്പർട്ടികളുടെ വില കുറയുന്നതിനും കാരണമായി. ഇത്രയുമാണ് അഗ്രികൾച്ചർ ക്രൈസിസിൽ വരുന്നത്. സോ ഇതുകൂടി ഉണ്ട്. ഒന്ന് റീജിയണൽ ഡിഫറൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ അഗ്രികൾച്ചറിന് റീജിയണൽ ഡിഫറൻസുകൾ ഉണ്ട്. യൂറോപ്പിൽ തന്നെ ഇംഗ്ലണ്ടിലും നെതർലാൻഡ്സിലും ഉണ്ടായ പോലെയല്ല എവിടെ ഉണ്ടായത്, ഫ്രാൻസിൽ ഉണ്ടായത്. ഇംഗ്ലണ്ടിലും നെതർലാൻഡ്സിലും ഒരു ക്യാപിറ്റലിസ്റ്റ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉയർന്നു വന്നു. പക്ഷെ ഈസ്റ്റേൺ യൂറോപ്പിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതേസമയം പുതിയ ക്രോപ്പ് ഇന്നോവേഷൻസ് വന്നു, പുതിയ ക്രോപ്പുകൾ കണ്ടു തുടങ്ങി. ഇംഗ്ലണ്ടും നെതർലാൻഡ്സും ക്രോപ്പ് റൊട്ടേഷൻ, അതായത് നമ്മൾ പറഞ്ഞ ക്രോപ്പ് റൊട്ടേഷൻ, ഫൊറേജ് ക്രോപ്സ്, അങ്ങനത്തെ പുതിയ ക്രോപ്പുകളും ആൾട്ടർനേറ്റീവ് ക്രോപ്പുകളും ഒരേ സമയം കൃഷി ചെയ്യുന്ന ക്രോപ്പുകൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർ കണ്ടുപിടിക്കാൻ തുടങ്ങി. ഇനി വൈഡനിങ് ഗ്യാപ്പ്. The 17th century agriculture crisis deepened the divide between western and northern. അപ്പൊ ഈ ഒരു അഗ്രികൾച്ചർ ക്രൈസിസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെസ്റ്റേൺ യൂറോപ്പും നോർത്തേൺ യൂറോപ്പും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് കൂട്ടി. കാരണം ഒരു സ്ഥലത്ത് ഒരു ക്യാപിറ്റലിസ്റ്റ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ ഡെവലപ്മെന്റ് ഉണ്ടാവും, മറ്റേ സ്ഥലത്ത് സ്റ്റാഗ്നേഷൻ ഉണ്ടാവാണ്. സ്വാഭാവികമായിട്ട് അതൊരു ഇതുണ്ടായി. അപ്പൊ ഈ നോർത്തേൺ യൂറോപ്പ് എന്ന് പറയുന്നത് വെസ്റ്റേൺ നോർത്തേൺ യൂറോപ്പ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് തുടങ്ങിയ സ്ഥലങ്ങൾ എങ്ങോട്ടേക്ക് ഒരു ക്യാപിറ്റലിസ്റ്റിലേക്ക് മാറുമ്പോൾ ഈസ്റ്റേണും സെൻട്രൽ ഈസ്റ്റേൺ യൂറോപ്പുമായിട്ടുള്ള സ്ഥലങ്ങള് ഫ്യൂഡൽ ആയിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അതായത് യൂറോപ്പ് രണ്ടായി മാറാണ്. യൂറോപ്പിന്റെ ഒരു ഭാഗത്തുള്ള ആളുകൾ അഗ്രികൾച്ചറിലൂടെ എന്താ പറയാ ഒരു വലിയ വളർച്ച കാണാണ്. എന്ത് കാരണം, ക്യാപിറ്റലിസ്റ്റ് അഗ്രികൾച്ചർ കാരണം. എന്നാൽ മറ്റേ സ്ഥലം ഫ്യൂഡലിസ്റ്റിൽ അപ്പോഴും കുടുങ്ങി കിടക്കുകയാണ്, ആ ഒരു സോഷ്യൽ സ്ട്രക്ചറിൽ കുടുങ്ങി കിടക്കുകയാണ്. ഇനി ഉണ്ടായ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ തന്നെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മോണിറ്ററി ക്രൈസിസ് ആണ്. മോണിറ്ററി ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്കോളേഴ്സ് ഫോക്കസ്ഡ് ഓൺ പ്രൈസ് ട്രെൻഡ്സ് ആൻഡ് മോണിറ്ററി ഫാക്ടേഴ്സ് rather than മാർക്സിസ്റ്റ് തിയറീസ് ടു എക്സ്പ്ലെയിൻ 17th century ക്രൈസിസ്. മാർക്സിസ്റ്റ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ എക്കണോമിക് സിസ്റ്റം ആയിട്ടുള്ള ഫ്യൂഡലിസം ക്യാപിറ്റലിസത്തിലേക്ക് മാറുന്നതാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച പോയിന്റ്. അപ്പൊ അങ്ങനെയല്ല, അതിന് പകരം മോണിറ്ററി ക്രൈസിസ് എന്ന് പറഞ്ഞൊരു ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മോണിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വില നിലവാരം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ട്രെൻഡുകളെ വെച്ചിട്ടുള്ള പഠനത്തെയാണ് നമ്മൾ മോണിറ്ററി ക്രൈസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ പറയുന്നത് റോൾ ഓഫ് സെവില്ലെ ആൻഡ് അറ്റ്ലാന്റിക് ട്രേഡ്. അപ്പൊ സെവില്ലെ എന്ന് പറഞ്ഞിട്ടുള്ള ആളെ ഡിക്ലൈൻ മണി സപ്ലൈ ആൻഡ് ഫെയിലിയർ ടു ഫിനാൻസ് ദ അറ്റ്ലാന്റിക് ട്രേഡ് വേർ കോൺട്രിബ്യൂട്ടേഴ്സ് ടു ദ ക്രൈസിസ്. അപ്പം ഇവരുടെ മണി സപ്ലൈ ഡിക്ലെയർ ആയി, അതേപോലെ തന്നെ അറ്റ്ലാന്റിക് ട്രേഡിന് ഇവർ കൊടുക്കുന്ന പണവും കുറഞ്ഞു. അങ്ങനെ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ക്രൈസിസിലേക്ക് ഇവർ പോവാണ്. Debasement of coinage. Frequent debasement throughout the 16th and 17th century indicated currency shortage. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇവർ ഡീബേസ് ചെയ്യും എന്തിന്റെ, ഈ കോയിൻസിനെ. അപ്പൊ അത് എന്തിന്റെ കാരണമാണ്? ഇവർക്ക് കറൻസി ഇല്ല എന്നുള്ളതിന്റെ അല്ലെങ്കിൽ ഇവരുടെ ഷോർട്ടേജിനെ കാണിക്കുന്ന കാര്യമാണ്. ടെമ്പററിലി അലിവിയേറ്റഡ് ബൈ ന്യൂ വേൾഡ് ബില്യൺ ഇമ്പോർട്ട്സ്. അപ്പൊ അതാണ് അതിൽ വരുന്ന ഒരു പോയിന്റ്. അടുത്തത് സിൽവർ ഇമ്പോർട്ട്സിൽ ഉണ്ടായ ഒരു ഡിക്ലൈൻ ആണ് പ്രധാനമായിട്ട് പറയുന്നത്. അതായത് ഹാമിൽട്ടൺ ആർഗ്യൂഡ് ദ റെഡ്യൂസ്ഡ് സിൽവർ ഇമ്പോർട്ട്സ് ആഫ്റ്റർ 1620 ലെഡ് ടു ലെസ് മണി ഇൻ സർക്കുലേഷൻ കോസിംഗ് ലോവർ പ്രോഫിറ്റ്സ് ആൻഡ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാമിൽട്ടൺ ആർഗ്യൂ ചെയ്യുന്നത് സിൽവർ ഇമ്പോർട്ടുകൾ 1620 ചെറിയ രീതിയിലുള്ള ലെഡ് ടു ലെസ് മണി ഇൻ സർക്കുലേഷൻ, എന്തിലേക്ക്, കുറച്ച് പണം മാത്രം സർക്കുലേഷന് വരുന്ന രീതിയിലേക്ക് കാരണമായി. അത് ചെറിയ പ്രോഫിറ്റുകൾ കുറയാനും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതാവാനും കാരണമായി. കോൺട്രാക്ഷൻ ഓഫ് മണി സപ്ലൈ. റുഗിറോ റൊമാനോ നോട്ടഡ് എ ഷാർപ്പ് കോൺട്രാക്ഷൻ കോയിൻ മൈൻഡിങ് ഫ്രം 1619 to 1622. റുഗിറോ റൊമാനോ എന്ന് പറഞ്ഞ ആള് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ കോയിൻ കുഴിച്ചെടുക്കുന്നത്, കോയിൻ മൈൻഡിങ് എന്തായിട്ടുണ്ടായിരുന്നു, വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. വിച്ച് കോസ് ഷോർട്ടേജ് ഓഫ് മോണിറ്ററി സ്റ്റോക്ക്. അത് എന്തിനു കാരണമായി? മോണിറ്ററി സ്റ്റോക്ക് കുറയാൻ കാരണമായി. ഇനി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ക്രെഡിറ്റിന്റെ എക്സ്പാൻഷൻ ആണ്. ഡെസ്പൈറ്റ് ഫോളിംഗ് പ്രൈസസ് ക്രെഡിറ്റ് എക്സ്പാൻഡ്. വില കുറയുന്നതിന് കൂടെ തന്നെ കടം കൂടുകയും ചെയ്തു, അല്ലെങ്കിൽ ക്രെഡിറ്റ് കൂടുകയും ചെയ്തു. ഷോയിങ് ദ കോംപ്ലക്സിറ്റി ഓഫ് ദ എക്കണോമിക് ക്രൈസിസ് ബിയോണ്ട് ജസ്റ്റ് മണി ആൻഡ് പ്രൈസസ്. അങ്ങനെ ഇവരൊരു എക്കണോമിക് ക്രൈസിസ്, മണി പ്രൈസും അതിന്റെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്രൈസിസിലേക്ക് ഇത് മാറുകയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇനി പ്രൈസിന് ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് എങ്ങനെ അവർ കണക്കാക്കുന്നു, അതിന് സിൽവർ ഇമ്പോർട്ട് തിയറി എങ്ങനെയാണ്, മോണിറ്ററി ഇൻസ്റ്റെബിലിറ്റി എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതിൽ പ്രൈസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് റിഫ്ലക്റ്റഡ് ബ്രോഡർ ഇക്കണോമിക് ട്രെൻഡ്സ് ലൈക്ക് ട്രേഡ്, റവന്യൂ, പ്രൊഡക്ഷൻ ബട്ട് അലോൺ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ കോംപ്ലക്സ് പ്രൈസ്. ഇപ്പൊ പ്രൈസിനെ നമ്മൾ ഈ ഒരു പ്രൈസിന് ഇൻഡിക്കേറ്റർ ആയിട്ട് എടുക്കുമ്പോൾ അത് മാത്രം പോരാ, എങ്കിലും അതിന് ഇൻഡിക്കേറ്റർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? അപ്പൊ ഒരു സാധനത്തിന്റെ വില നിലവാരം അനുസരിച്ച് ആ സാധനത്തിന്റെ ഡിമാൻഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് അപ്പൊ ആ കാലഘട്ടത്തിൽ ട്രേഡ് എന്തൊക്കെയായിരുന്നു, അപ്പൊ വില കൂടിയ സാധനങ്ങൾക്കായിരിക്കും ട്രേഡും കൂടുതലുണ്ടാവും, ആ സാധനങ്ങൾ മനസ്സിലാക്കും. റവന്യൂ എത്രമാത്രം ാണെന്ന് മനസ്സിലാക്കും, പ്രൊഡക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഈ കോംപ്ലക്സ് ക്രൈസിസിനെ മനസ്സിലാക്കാൻ ആ പ്രൈസ് മാത്രം പോരാ. അങ്ങനെയാണ് ക്രിറ്റിസിസം ഓഫ് സിൽവർ ഇമ്പോർട്ട് തിയറി വരുന്നത്. സം ഹിസ്റ്റോറിയൻസ് എന്ത് ചെയ്യാറുണ്ട്, ചില ഹിസ്റ്റോറിയൻസ് ഈ ഒരു തിയറിനെ, ഹാമിൽട്ടന്റെ തിയറിനെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഹാമിൽട്ടന്റെ തിയറിനെ റിജക്ട് ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞ വെച്ചാൽ അമേരിക്കൻ സിൽവർ എന്ത് ചെയ്യുന്നുണ്ട്, റീ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലേക്കും ചൈനയിലേക്കും, മിനിമൈസിങ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ യൂറോപ്സ് മോണിറ്ററി ക്രൈസിസ്. അപ്പോ അവിടെ ഒരു മോണിറ്ററി ക്രൈസിസിലേക്ക് ഈ ഒരു സിൽവർ ഇല്ലാത്തതിന്റെ ഒരു ഇത് വരുന്നില്ല. അതേപോലെ തന്നെ വരുന്നതാണ് മോണിറ്ററി ഇൻസ്റ്റെബിലിറ്റി. ജാൻ ഡി വ്രീസ് അക്നോളജ്ഡ് ദ റോൾ ഓഫ് മോണിറ്ററി ഇൻസ്റ്റെബിലിറ്റി ഇൻ ഷോർട്ട് ടൈം role of monetary instability in short-term cycles, but didn't fully support the idea that the European economy depends solely on precious metal flows. അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ജാൻ ഡി വ്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോണിറ്ററി ഇൻസ്റ്റെബിലിറ്റി ആണ്, അത് ചെറിയ ചെറിയ ഷോർട്ട് ടേം സൈക്കിൾസിൽ ഉണ്ടായ ഈ മോണിറ്ററി ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കാര്യമായിട്ട് യൂറോപ്യൻ എക്കോണമിയിൽ ഉണ്ടായ ക്രൈസിസിന്റെ കാരണമായിട്ട് വരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ക്ലൈമറ്റിക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നും കൂടിയാണ് നമ്മൾ നോക്കുന്നത്. ക്ലൈമറ്റിക് ഫാക്ടേഴ്സിലെ അനൽസ് റൈറ്റേഴ്സ് ആണെന്ന് അറിയാമല്ലോ, കണ്ടംപററി ആയിട്ടുള്ള എഴുതിയിട്ടുള്ള ആളുകൾ. അവർ പറയുന്നത് ദ 17th century crisis is viewed as
substances crisis caused by a mix of short and long term factors in economic domain. അപ്പോൾ അനലിസ്റ്റ് റൈറ്റേഴ്സ് പറയുന്നത് സാമ്പത്തിക എക്കണോമിക് ഡൊമൈനിൽ ഉണ്ടായിരുന്ന ഷോർട്ട് ടേമും ലോങ് ടേമും ആയ ഫാക്ടേഴ്സ് കാരണം ഉണ്ടായിട്ടുള്ള ഒരു സബ്സിസ്റ്റൻസ് ക്രൈസിസ് ആയിരുന്നു 17ാം നൂറ്റാണ്ടിലെ ക്രൈസിസ് എന്നാണ്. ഇനി അതിൽ പലതരത്തിലുള്ള എഫക്റ്റുകളെയും ഫാക്ടേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതിലൊന്ന് കൺജങ്ക്ടറൽ ഫാക്ടേഴ്സ് ആണ്. അതിലൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്രോപ്പ് ഫെയിലിയേഴ്സ്, ഗ്രെയിൻ ധാന്യങ്ങളുടെ വില കൂടുന്നത്, ഹെവി ടാക്സേഷൻ, മഹാമാരികൾ, അതായത് എപ്പിഡമിക്സ്, പോപ്പുലേഷൻ ഇഷ്യൂസ്, ഇതൊക്കെ നമ്മളിപ്പോ ചർച്ച ചെയ്ത പോയിന്റുകള്, ആൻഡ് ലാൻഡ് ടെന്യൂർ പ്രോബ്ലം, ഇതെല്ലാമാണ് ഇതിന്റെ ഫാക്ടേഴ്സ് ഈ ക്രൈസിസിന്റെ കാരണമായിട്ടുള്ളത്. ഇതിന്റെ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള എഫക്റ്റുകൾ എന്തൊക്കെയായിരുന്നു? ദീസ് ഫാക്ടേഴ്സ് ലെഡ് ടു പെസന്റ് അപ്രൈസിംഗ്, അഗ്രേറിയൻ ക്രൈസിസ്, ഷ്രിങ്കിങ് ട്രേഡ്. സ്വാഭാവികമായിട്ട് കൃഷിനാശം ഉണ്ടാകുമ്പോൾ പെസന്റ് അപ്രൈസിംഗ്സ് ഉണ്ടാവും. കാരണം ടാക്സ് കൂടുന്നുണ്ട്, ഹെവി ടാക്സേഷനും വരുന്നുണ്ട്, സ്വാഭാവികമായിട്ടും വരും. അതേപോലെ അഗ്രേറിയൻ ക്രൈസിസ് ഉണ്ടാവുന്നുണ്ട്, ട്രേഡ് കുറയും. ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ഇതായിട്ട് വരുന്നു. ഈ സമയത്ത് തന്നെ ടെക്നോളജിയും ലിമിറ്റഡ് ആയിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിൽ വെക്കണം. ആ സമയത്താണ് ക്ലൈമറ്റിക് ഫാക്ടേഴ്സിന്റെ ഒരു പ്രത്യേകത വരുന്നത്. അനലിസ്റ്റ് റൈറ്റേഴ്സ് ഹൈലൈറ്റ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ക്ലൈമറ്റിക് ചേഞ്ചസ് സച്ച് ആസ് ദ ലിറ്റിൽ ഐസേജ് ഓൺ ദ ക്രൈസിസ്. അപ്പോൾ ലിറ്റിൽ ഐസേജ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിലൂടെ അവർ പറഞ്ഞു ക്ലൈമറ്റിക് ചേഞ്ചസിനും ഇവിടെ വലിയൊരു കാരണമായിട്ട് ഈ 17ാം നൂറ്റാണ്ടിൽ കാരണമായിട്ട് വരുന്നത്. കാരണം കൃഷിനാശം സംഭവിക്കണമെങ്കിൽ എന്തുണ്ടായിട്ടുണ്ടാവാം? വലിയ രീതിയിലുള്ള ക്ലൈമറ്റിക് ചേഞ്ചുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ കൂടി ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഇന്റർ ഡിസിപ്ലിനറി സ്റ്റഡീസ് ഇതിൽ ആവശ്യമാണ്. ആസ്ട്രോണോമേഴ്സ് വരണം, ജിയോളജിസ്റ്റ്, മെറ്റീരിയോളജിസ്റ്റുകൾ, ഇങ്ങനെയുള്ള ആളുകൾ എല്ലാവരും കൂടി എന്തൊക്കെയാണ് ഈ ക്രൈസിസിന്റെ നോൺ ഹ്യൂമൻ ഫാക്ടേഴ്സ്, പ്രകൃതി എങ്ങനെയാണ് ഈ ക്രൈസിസിന് കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്ന് അവർ പഠിക്കുകയാണ്. അങ്ങനെ സോളാർ എനർജിന്റെ ഡിക്ലൈൻ, അതായത് തണുപ്പ് കൂടുമ്പോൾ സോളാർ എനർജി കുറയും സ്വാഭാവികമായിട്ട്, അപ്പൊ കൃഷിയും കുറയും. അപ്പൊ ആ ഒരു വിന്റർ, അപ്പൊ ലിറ്റിൽ ഐസേജ് എന്ന് പറയുന്നത് അന്ന് ഒരു അതിശൈത്യ കാലഘട്ടമാണ് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായത്. പിന്നെ സോളാർ ഡിക്ലൈൻ ക്രൈസിസ് എന്താണ്? റെഡ്യൂസ്ഡ് സൺസ്പോട്ട് ആക്ടിവിറ്റി 1645 മുതൽ 1815 വരെ ഒരു അതിശൈത്യ കാലഘട്ടമായിട്ടാണ് യൂറോപ്പ് അനുഭവപ്പെട്ടിട്ടുള്ളത്. സൂര്യന്റെ വലിയ പ്രകാശം ഇല്ലാത്ത ഒരു തണുപ്പ് കൂടുതലുള്ള, അപ്പൊ നമ്മളിപ്പം നേരെ തിരിച്ചുള്ള ഒരു കാലഘട്ടത്തിൽ കടന്നു പോകുന്നത്. തണുപ്പ് കാലത്ത് പോലും ചൂടെടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ നടക്കുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ കൃഷിനെ അഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മേ ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു കോൾഡർ ഹാർഷർ ക്ലൈമറ്റുകളിലേക്ക് ഉണ്ടായിരിക്കാം. അപ്പൊ ഈ ഒരു ക്ലൈമറ്റിക് ചേഞ്ചും ഇതിന്റെ ഹ്യൂമൻ ഫാക്ടേഴ്സിന്റെ കൂടെ നോൺ ഹ്യൂമൻ ആയിട്ടുള്ള ഈ ക്ലൈമറ്റിക് ഫാക്ടേഴ്സും ഇതിന്റെ കാരണമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. ഇനി എന്താണ് ഡെൻഡ്രോക്രോണോളജിക്കൽ എവിഡൻസുകൾ? അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡെൻഡ്രോക്രോണോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ആർക്കിയോളജിക്കൽ മെത്തേഡാണ്. നമ്മൾ മരം മുറിച്ചു കണ്ട് മരത്തിന്റെ ഇടയിലുള്ള ആ റിങ്ങുകൾ വെച്ചുകൊണ്ട് എത്ര കാലപ്പഴക്കം ആ മരത്തിന് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഒരു ആർക്കിയോളജിക്കൽ ഡേറ്റിംഗ് മെത്തേഡാണ്. അപ്പോൾ ട്രീ റിങ്സ് എസ്പെഷ്യലി ഇൻ ഫ്രഞ്ച് വിനിയാർഡ് ഷോഡ് എവിഡൻസ് ഓഫ് കോൾഡർ, ബെറ്റർ വെതർ, ഡിക്രീസിങ് കൾട്ടിവബിൾ ലാൻഡ് ആൻഡ് വാട്ടർ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലുള്ള ഈ ഒരു ഡെൻഡ്രോക്രോണോളജിക്കൽ സ്റ്റഡീസ് നമ്മുടെ മരങ്ങൾ പരിശോധിച്ച സമയത്ത് ആ ട്രീ റിങ്ങുകൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസില് പല രീതിയിലുള്ള നല്ല തണുത്ത ഒരു ബെറ്റർ ആയിട്ടുള്ള വെതർ ആയിരുന്നു. അത് എന്തിന് കാരണമായി? കൾട്ടിവബിൾ ലാൻഡ് കുറയാനും വാട്ടർ ലെവൽ കുറയാനും കാരണമായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലായി. ഇനി ഇതിന്റെ ക്യുമുലേറ്റീവ് ഇമ്പാക്ട് എന്താണ്? ഓൾ ദീസ് ക്ലൈമറ്റിക് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കമ്പൈൻഡ് പ്ലേയിങ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ക്രിയേറ്റിംഗ് ദ ബ്രോഡർ സെൻസ്. അപ്പൊ ഈ എല്ലാ ക്ലൈമറ്റിക് ഫാക്ടേഴ്സും പറഞ്ഞ സോളാറിന്റെ പ്രശ്നം പറഞ്ഞു, സൂര്യതാപം കുറഞ്ഞത്, സൂര്യന്റെ വെളിച്ചം കുറഞ്ഞത്, തണുപ്പ് കൂടിയത്, വെള്ളത്തിന് അളവ് കുറഞ്ഞത്, ഇതെല്ലാം കൂടി ഒരു സയന്റിഫിക് ക്രൈസിസിനുള്ള നോൺ ഹ്യൂമൻ ഫാക്ടേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചോദ്യം വരും, ശ്രദ്ധിക്കണേ. ഏറ്റവും അവസാനം നമ്മൾ നോക്കുന്നത് എക്കണോമിക് ക്രൈസിസ് എന്തായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ മോണിറ്ററി ക്രൈസിസിൽ നിന്നും മാറിക്കൊണ്ടുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് എക്കണോമിക് ക്രൈസിസിന് പറയാനുള്ളത്. അപ്പൊ ഇനി എക്കണോമിക് ക്രൈസിസ് എന്തൊക്കെയായിരുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിലൊന്ന് അൺഈവൻ എക്കോണമി. അതായത് യൂറോപ്പ് എക്കോണമി എന്ന് പറയുന്നത് ഒരു ഒറ്റ ഭാരതത്തിലുള്ള എക്കോണമി അല്ല, അതൊരു ഡൈവേഴ്സ് ആയിട്ടുള്ള പല രീതിയിലുള്ള എക്കോണമി ആയിരുന്നു. പല രീതിയിലും പലതരത്തിലുള്ള എക്കോണമി ആയിരുന്നു. പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള എക്കോണമി ആയിരുന്നു. ആ എക്കോണമി പല രീതിയിലുള്ള ഗ്രോത്തും എക്സ്പാൻഷനുമാണ് അഗ്രികൾച്ചറിൽ കണ്ടത്, മാനുഫാക്ചറിംഗിൽ കണ്ടത്, ട്രേഡിൽ കണ്ടത്. ഏറ്റവും ഉദാഹരണമായിട്ട് അഗ്രികൾച്ചറിൽ ഉണ്ടായ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇനി അടുത്തത് എന്താണ്? പ്രൊഡക്ഷൻ ഉണ്ടായ വ്യത്യാസം. നമ്മൾ നേരത്തെ പറഞ്ഞ ഹോസ് ബോൺ എന്ന് പറഞ്ഞിട്ടുള്ള മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻ പറഞ്ഞിട്ടാണ് ഈ ക്രൈസിസ് അഗ്രികൾച്ചറിൽ ഉണ്ടായ ക്രൈസിസ് ആണ് ട്രേഡിനെയും കൊമേഴ്സിനെയും മാനുഫാക്ചറിനെയും എഫക്ട് ചെയ്തത്. അത് പല രീതിയിലേക്ക് പല റീജിയനുകളിലും വാരി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ട് ഈ ക്രൈസിസ്, അതായത് ട്രേഡിന്റെയും കൊമേഴ്സിന്റെയും മാനുഫാക്ചറിംഗിന്റെയും ഈ ക്രൈസിസിന്റെയും എക്കണോമിക് ക്രൈസിന്റെ കാരണം എന്ന് പറയുന്നത് പ്രൊഡക്ഷനുള്ള ക്രൈസിസ് ആണ്. ഇനി അടുത്ത അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീജിയണൽ വേരിയേഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ
ജർമ്മനി പോലുള്ള സ്ഥലങ്ങളിലും മെഡിറ്ററേനിയൻ സ്റ്റേറ്റുകളിലും അതേപോലെ സദേൺ ഫ്രാൻസിലും ഷാർപ്പായിട്ടുള്ള എക്കണോമിക് ഡിക്ലൈൻസുകളാണ് ഉണ്ടായത്. എന്നാൽ പുതിയ ഇൻഡസ്ട്രിയൽ സെന്റേഴ്സ് ആയിട്ടുള്ള പ്രാറ്റോ, സിയന്ന, ഇറ്റലി തുടങ്ങിയ സ്ഥലങ്ങളിലൊന്നും അത്ര വലിയ രീതിയിലുള്ള ഒരു ഇതായിട്ട് ഒരു എക്കണോമിക് ഡിക്ലൈൻ എല്ലാം ഉണ്ടാവുന്നത്. പകരം അവിടെ ഒരു പുതിയ ഇൻഡസ്ട്രിയൽ സെന്റർ ആയിട്ട് ഒരു മാറാണ് ചെയ്യുന്നത്. ഇനി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, പുതിയൊരു ഇൻഡസ്ട്രി ആ ഒരു കാലഘട്ടത്തിൽ വരികയാണ്. അപ്പോൾ ഡിക്ലൈൻ ഓഫ് ട്രഡീഷണൽ ടെക്സ്റ്റൈൽ ഹബ്സ് ലൈക്ക് വെനീസ്, ഫ്ലോറൻസ്, ആന്റിവേർപ്പ്. അപ്പൊ ഈ 3 പ്രധാനപ്പെട്ട പഴയ നമ്മുടെ പരമ്പരാഗത ടെക്സ്റ്റൈൽ ഹബ്ബുകൾ തകരുമ്പോ തന്നെ accompanied by the rise of new centers such as പ്രാറ്റോ, ലീഡൻ ആൻഡ് ആംസ്റ്റർഡാം. അപ്പൊ ഈ 3 പ്രാറ്റോ, ലീഡൻ, ആംസ്റ്റർഡാം എന്ന പുതിയ ടെക്സ്റ്റൈൽ സെന്റേഴ്സ് ഇതിന്റെ സ്ഥലത്തേക്ക് വരികയാണ്. ഇംഗ്ലണ്ട്സ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഗ്യൂ സിഗ്നിഫിക്കന്റ്ലി ഡോമിനേറ്റിംഗ് ദ ഇബേരിയൻ ആൻഡ് മെഡിറ്ററേനിയൻ മാർക്കറ്റ്. അപ്പോൾ ഇബേരിയനും മെഡിറ്ററേനിയൻ മാർക്കറ്റുകളെ ആക്കിക്കൊണ്ട് ഇംഗ്ലണ്ടിന്റെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി പുതിയ രീതിയിലേക്ക് വളരുകയാണ്. ഇനി ട്രഡീഷണൽ സെന്റേഴ്സിന് ഉണ്ടാവുന്ന തകർച്ച. മെയിൻ ടെക്സ്റ്റൈൽ സെന്റേഴ്സ് ഇൻ ഇറ്റലി ആൻഡ് ഫ്രാൻസ് ആസ് വെൽ ആസ് ഇൻ ഫ്ലെമിഷ് വൂൾ ഇൻഡസ്ട്രി സോ ലോങ് ടേം കോൺട്രാക്ഷൻ വൈൽ ഇംഗ്ലീഷ് ആൻഡ് ഡച്ച് ടെക്സ്റ്റൈൽ ഫ്ലറിഷ്ഡ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റലിയിലും ഫ്രാൻസിലും ഒക്കെ വൂൾ ഇൻഡസ്ട്രിന്റെ ഒരു കേന്ദ്രമാകുന്നു. അപ്പൊ ആ വൂൾ ഇൻഡസ്ട്രിയുടെ ഒരു ലോങ് ടേം ആയിട്ടുള്ള കോൺട്രാക്ഷൻ ഉണ്ടാകും. അതായത് ഒരു ചുരുങ്ങൽ അല്ലെങ്കിൽ കുറയല് ലോങ് ടേം ആയിട്ട് അതിന് ചുരുങ്ങി പോകുമ്പോൾ ഇംഗ്ലണ്ടും ഡച്ചും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഫ്ലറിഷ് ചെയ്യാണ്. ഈ സമയം തന്നെ ഇതിന്റെ സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട് എന്നാണ് നോക്കുന്നത്. ദ ഡിക്ലൈൻ ഓഫ് ട്രഡീഷണൽ ഇൻഡസ്ട്രി ലെഡ് ടു ദ അൺഎംപ്ലോയ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആർട്ടിസൻസ്. അപ്പൊ ഈ ട്രഡീഷണൽ ഇൻഡസ്ട്രികളുടെ ഡിക്ലൈൻ എന്തിനു കാരണമായി? സാധാരണ ആർട്ടിസൻസിന്റെ അല്ലെങ്കിൽ സാധാരണ തൊഴിലാളികളുടെ അല്ലെങ്കിൽ ഈ നമ്മൾ പറയുന്ന ജോലി ചെയ്യുന്ന ആളുകൾ, നെയ്ത്തുകാരുടെ, അങ്ങനത്തെ ആർട്ടിസൻസിന്റെ, കരകൗശല വിദഗ്ധരുടെ ഒക്കെ ജോലി ഇല്ലാതാവുകയും അൺഎംപ്ലോയ്മെന്റ് ആവുകയും ചെയ്തു. വീവേഴ്സും വൂളൻ ടെക്സ്റ്റൈൽസ് ഒക്കെ 90% 1900 ആകുമ്പോഴത്തേക്ക് ഇല്ലാതാവുകയാണ് സംഭവിക്കുന്നത്. ഇനി ഷിപ്പ് ബിൽഡിംഗ് ഉണ്ടായ ഡിക്ലൈൻ. സ്പെയിനിന്റെ ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രി ഈ ഒരു കാലഘട്ടം ഡിക്ലൈൻ ആവുകയാണ്. അതേസമയം നമ്മൾ ഡച്ച് ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രി ഒരു ബൂം ഉണ്ടാവുകയാണ്. ഇതേ സമയം തന്നെ നമ്മൾ ഈ ഡച്ചുകാരെ എന്തായിട്ട് മാറാണ്? ഒരു പുതിയ ഇന്റർനാഷണൽ കാർഗോ കാരിയേഴ്സ് ആയിട്ടും അതേപോലെ കൊമേഴ്സ്, ബാങ്കിങ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നടത്തുന്നവരായിട്ട് ആളുകളായ ഡച്ചുകാർ അവരുടെ ഒരു എക്കണോമിക്കൽ ബൂമാണ് ആ കാലഘട്ടത്തിൽ നടക്കുന്നത്. ഇനി ഇതിന്റെ അഗ്രികൾച്ചറൽ ലിങ്ക് എന്തൊക്കെയാണ്? ഈ ക്രൈസിസ് വലിയ രീതിയിൽ അഗ്രികൾച്ചറുമായിട്ട് ഡിക്ലൈൻ വലിയ രീതിയിൽ അഗ്രികൾച്ചറിന്റെ ഡിക്ലൈനുമായിട്ട് ഈ ക്രൈസിസ് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആസ് ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ എക്സ്പാൻഷൻ ഇൻ ദ 16th century വാസ് സപ്പോർട്ടഡ് ബൈ അഗ്രികൾച്ചർ പ്രോസ്പെരിറ്റി. 16ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ പ്രോസ്പെരിറ്റിയുടെ കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ കുറച്ചും കൂടി അധികം പോപ്പുലേഷൻ വന്നത് കൊണ്ട് തന്നെ ഈ പ്രൊഡക്ഷൻ കുറയാൻ തുടങ്ങി. ഈ പ്രൊഡക്ഷൻ കുറഞ്ഞതാണ് എക്കണോമിനെ ബാധിച്ചത്. മനസ്സിലായല്ലോ. അപ്പൊ ഈ ഒരു റിലേഷൻ കാരണമാണ് ക്രൈസിന്റെ പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. അതേപോലെ ഷിഫ്റ്റ് ട്രേഡ്, നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുള്ള കാര്യം, മെഡിറ്ററേനിയൻ സ്റ്റേറ്റുകളിൽ ഉണ്ടായിരുന്ന ട്രേഡിന്റെ അവരുടെ കുത്തക അറ്റ്ലാന്റിക് ഭാഗത്തേക്കും ഏഷ്യയിലേക്കും എത്തി. അപ്പൊ മെഡിറ്ററേനിയൻ സീ ആ വഴിയുള്ള ട്രേഡുകൾ കുറഞ്ഞു, അറ്റ്ലാന്റിക് സീന്റെ ആ ഭാഗത്തേക്ക് വന്നു. ഇനി പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറയുന്നത് ഫ്യൂഡൽ റെസിസ്റ്റൻസ്. ഫ്യൂഡൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ആയിട്ടുള്ള ഹോബ്സ്ബേൺ പോലെ ആളുകൾ പറഞ്ഞത്, ഫ്യൂഡൽ സ്ട്രക്ചറിനെ അത് ക്യാപിറ്റലിസത്തിലേക്ക് മാറുമ്പോൾ, ഒരു സ്ട്രക്ചർ വേറൊരു സ്ട്രക്ചറിലേക്ക് മാറുമ്പോൾ നിലനിൽക്കുന്ന സ്ട്രക്ചർ ഒരു റെസിസ്റ്റൻസ് കാഴ്ചവെക്കും. അപ്പൊ ഫ്യൂഡൽ സ്ട്രക്ചർ ക്യാപിറ്റലിസത്തിലേക്ക് മാറുന്നതിനെതിരെ ഫ്യൂഡൽ സ്ട്രക്ചർ കാഴ്ചവെച്ച റെസിസ്റ്റൻസ് ആണ് ഈ പീരീഡ്. അതുകൊണ്ടാണ് എക്കണോമിക് ഗ്രോത്തിന് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു തകർച്ച ഉണ്ടായത്. ഇനി ഇംഗ്ലീഷ് റവല്യൂഷൻ എന്താണെന്നാണ്. The crisis was resolved differently across region, with English bourgeois revolutions of the 1640s marking a triumph of capitalism and the destruction of the old feudal order in England. അപ്പൊ ഇംഗ്ലണ്ടിൽ നടന്ന 1640-കളിൽ ഇംഗ്ലണ്ടിൽ നടന്ന ബൂർഷ വിപ്ലവം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. അതൊരു സാധാരണക്കാരുടെ വിപ്ലവം അല്ല, സമൂഹത്തിലെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളുടെ, ബൂർഷകളുടെ ഒരു വിപ്ലവം. എന്തിനെതിരെ? ഫ്യൂഡലിസത്തിനെതിരെ. എന്നിട്ട് അവർ ആ ബൂർഷ വിപ്ലവത്തിന് ശേഷം അവർ ഫ്യൂഡലിസം എന്ന സോഷ്യൽ സ്ട്രക്ചർ എടുത്ത് ഒഴിവാക്കിയിട്ട് ക്യാപിറ്റലിസം എന്ന പുതിയ സോഷ്യൽ സ്ട്രക്ചർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇത്രയുമാണ് നമ്മൾ 1ാം ഭാഗത്ത് പഠിക്കുന്നത്. ഇനി നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ബാക്കി ക്രൈസിസിന്റെ ബാക്കി ഡിബേറ്റ്സും കാര്യങ്ങളും നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും. അപ്പൊ ഇതിലും ഏതൊക്കെ തരത്തിലുള്ള അതിന്റെ ഒരു നമ്മൾ എന്താണ് ക്രൈസിസിന്റെ ഹിസ്റ്ററി, അതിന്റെ ഒറിജിൻ, പിന്നെ ഇതിന്റെ ഒരു എക്സ്റ്റെന്റ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിച്ചത്. ബാക്കി കാര്യങ്ങൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കാം.